നമുക്കൊരു ആത്മഭാരമുണ്ടോ? ചില ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുക. ഒരു ഇമ്പോസിബിലിറ്റി പോസിബിൾ ആക്കാനായിട്ട് ഒരു ആത്മഭാരമുള്ളൊരു നെഹമ്യാവിന് കഴിയും. അസാധ്യങ്ങളുടെ നടുവിൽ സാധ്യത ദൈവത്തിലൂടെ കാണുവാൻ ആ ഒരു എക്സ്ട്രാ ഇനിഷ്യേറ്റീവ് എടുക്കാൻ മനസ്സുള്ള ചിലരെ ദൈവം നോക്കുകയാണ്. എവിടെയൊക്കെയോ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തരായി നമുക്ക് ജീവിക്കുവാനേ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത് വാക്യം. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചതെന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണും തുറന്നും ഇരിക്കണമേ. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഇവിടെ നാം വായിച്ചു കേട്ടത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ വാസസ്ഥലമായിരിക്കുന്ന യെരൂശലേം ദേവാലയം തകർന്ന് അടിസ്ഥാനത്തിൻ്റെ മേൽ ചുവര് ശേഷിക്കാത്ത അളവിൽ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥയിൽ കിടക്കുകയാണ്. ഈ ഒരു ഹോട്ട് ന്യൂസ്, ഈ ഒരു ബ്രേക്കിംഗ് ന്യൂസ്, ഈ ഒരു ചൂടേറിയ വാർത്ത നെഹമ്യാവ് എന്ന ദൈവത്തിൻ്റെ ദാസൻ്റെ കാതുകളിൽ അത് കേട്ടപ്പോൾ തനിക്കുണ്ടായ അനുഭവം ഇപ്രകാരമാണ് നാം വായിച്ചു കേട്ടത്. താൻ കരഞ്ഞുപോയി. ഹല്ലേലൂയ. താൻ നിലവിളിക്കുവാനായി തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. ബൈബിളിൽ തന്നെ വളരെ ചുരുക്കം പേരുടെ ജീവിതത്തിൽ മാത്രം കാണുവാനായി കഴിയുന്ന ഒരു പ്രത്യേക അനുഭവമാണിത്. പക്ഷേ വളരെ ചുരുക്കം പേരിലാണെങ്കിലും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു അനുഭവമാണിത്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ദൈവത്തിൻ്റെ ആലയം തകർന്നു കിടക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ദാസനായ തൻ്റെ പ്രവാചക ശുശ്രൂഷയിലായിരിക്കുന്ന നെഹമ്യാ പ്രവാചകന്റെ മനസ്സ് ഇളകി. അവൻ ദുഃഖിക്കാൻ തുടങ്ങി. അവന് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അവൻ അതിന് ഇഗ്നോർ ചെയ്യാൻ പറ്റിയില്ല. അവൻ എന്ന് പറഞ്ഞ് പൊളിഞ്ഞു കിടക്കട്ടെ, ദൈവം എന്താ ഇല്ലാത്തിൽ നിന്നുള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവനാണല്ലോ നമ്മുടെ ദൈവം. ഈ ഭൂമിയെ പാഴും ശൂന്യമായി കിടന്ന അനുഭവത്തിൽ നിന്ന് വെറും വാക്കുകൊണ്ട് ഇത്രത്തോളം മനോഹരമായൊരു സൃഷ്ടിയാക്കി തീർത്ത ദൈവമാണല്ലോ നമ്മുടെ ദൈവം എന്നൊന്നും പറഞ്ഞ് മൗനം പാലിക്കുകയല്ല ചെയ്തത്. ദൈവകരങ്ങളിലേക്ക് കംപ്ലീറ്റ്ലി എല്ലാം ദൈവത്തിൻ്റെ ഹിതത്തിനൊത്തവണ്ണം, ദൈവത്തിൻ്റെ പ്ലാനിനൊത്തവണ്ണം നടക്കട്ടെ എന്ന് പറഞ്ഞ് കൈയൊഴിയുന്നൊരവസ്ഥയും അല്ലായിരുന്നു. അതിലുപരിയായി നെഹമ്യാവിനുണ്ടായ അനുഭവം ഇപ്രകാരമായിരുന്നു. ദൈവത്തിൻ്റെ ആലയത്തിനൊരു പ്രശ്നമെന്ന് കണ്ടപ്പോൾ, ദൈവത്തിൻ്റെ വാസസ്ഥലത്തിനൊരു ബുദ്ധിമുട്ടെന്ന് കണ്ടപ്പോൾ, ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു പ്ലാൻ അല്ലെങ്കിൽ ദൈവികമായൊരു സമ്പ്രദായത്തിന് ചിലത് സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ തനിക്ക് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ ഹൃദയം ഇടി കൂടാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ ഹൃദയം വളരെ വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങുന്നു. തൻ്റെ കണ്ണിനകത്ത് കണ്ണുനീര് വരാൻ തുടങ്ങുന്നു. തൻ്റെ ഉള്ളിനകത്ത് എന്തോ ഒരു വലിയൊരു ഭാരം ഇരിക്കുന്ന അവസ്ഥയിൽ ഒരാത്മഭാരം കടന്നു വരാനിടയായി തീർന്നു. നാം ഓരോരുത്തരും ഒരു ആത്മീക വളർച്ചയ്ക്കായിട്ട്, ഒരു ആത്മീക വർധനവിനാണല്ലോ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തെ സംബന്ധിച്ചുള്ള, ദൈവിക പദ്ധതികളെ സംബന്ധിച്ചുള്ള, ദൈവത്തിൻ്റെ ആലയത്തെ സംബന്ധിച്ചുള്ള, ദൈവിക ശുശ്രൂഷകളെ സംബന്ധിച്ചുള്ള പലവിധമാകുന്ന വേദനാജനകമായ വാർത്തകൾ, കാര്യങ്ങൾ, കേൾവികൾ, ഇതൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കുകയും കാണുകയും വായിക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമുക്കൊരു ആത്മഭാരമുണ്ടോ? നമ്മുടെ ഉള്ളിൽ ആ ഒരു ഭാരം, ആ ഒരു വേദന നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ടത് വളരെ അനിവാര്യമാണ്.
ഒരുപക്ഷെ ആരൊക്കെ ചോദിക്കുന്നതായിരിക്കാം, ഇതുകൊണ്ട് എനിക്ക് എന്താ ഉപയോഗം, എൻ്റെ ജീവിതത്തിൽ എന്താ പ്രയോജനം എന്നാരെങ്കിലും ചോദിക്കുന്ന ഞാനൊന്ന് പറഞ്ഞോട്ടെ. നാം ഒരു ദൈവത്തിൻ്റെ പൈതലായി, ദൈവത്തിൻ്റെ മകനായി മകളായി ആ യേശുവിലൂടെയുള്ള രക്ഷയിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നുള്ള രോഗസൗഖ്യവും വിടുതലും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ മാത്രം ആഗ്രഹിച്ചാൽ പോരാ. ദൈവത്തിൻ്റെതായിട്ടുള്ള ചില സമ്പ്രദായങ്ങളിൽ, ചില പദ്ധതികളിൽ, ചില പ്രവർത്തനങ്ങളിൽ ചിലത് സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ യഥാർത്ഥ സ്നേഹമുള്ളൊരു വ്യക്തിയാണെങ്കിൽ, ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വെറുതെ ഇരിക്കാൻ കഴിയില്ല, മനസ്സ് പെടയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നെഹമ്യാ ഇപ്രകാരമാണ് അവൻ അവസാനം നാം വായിച്ചപ്പോൾ കാണുവാനെ കഴിഞ്ഞത്. ഇപ്രകാരം നമ്മൾ വായിച്ചത് എന്താ? ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ. അപ്പോൾ ഇവിടെ മനസ്സിലായിക്കോണം, ഇവിടെ നെഹമ്യാവ് ശുശ്രൂഷിക്കുന്ന തനിക്ക് വേണ്ടിയല്ലായിരുന്നു. നെഹമ്യാവ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കല്ല. തൻ്റെ പ്രാർത്ഥന, തൻ്റെ ശുശ്രൂഷ എന്തിനു വേണ്ടിയെന്ന് അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക്, അതായത് ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടിയായിരുന്നു താൻ രാവും പകലും. ഒരു നേരമല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്തിലല്ല. അവിടെ ഇങ്ങനെ എഴുതി, രാവും പകലും സമയമില്ലാതെ ദൈവം എപ്പോഴൊക്കെ പ്രേരണ നൽകുന്നോ, എപ്പോഴൊക്കെ ഹൃദയത്തിനകത്ത് ഒരു ആത്മഭാരം കടന്നു വരുന്നു, എപ്പോഴൊക്കെ ഒരു പ്രേരണ ലഭിക്കുന്നോ അപ്പോഴൊക്കെ രാവെന്നോ പകലെന്നോ നോക്കാതെ പ്രാർത്ഥിക്കുന്നത് സ്വന്തം ആവശ്യങ്ങൾക്കല്ലായിരുന്നു, മറിച്ച് ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി, തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട്, തൻ്റെ സഹവിശ്വാസികൾക്ക് വേണ്ടിയിട്ട്, തൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആമൻ നെഹമ്യാവ്. വീണ്ടും 5-ാം വാക്യം നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവനോ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു നെഹമ്യാവ് എന്നത് തൻ്റെ സഹവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ മാത്രമല്ല, നെഹമ്യാവ് ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ഒരുവനായിരുന്നു. അടുത്ത 3-ാമതായി കാണുവാൻ കഴിയുന്നത് നെഹമ്യാവ് എന്നത് ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ദൈവത്തോട് അനുസരണമുള്ള, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവവും തൻ്റെ സഭയെയും ആമേൻ സ്നേഹിക്കുകയും സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു യഥാർത്ഥ ദൈവ പൈതലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആമേൻ സഭയ്ക്കോ ആമേൻ തൻ്റെതായിട്ടുള്ള ശുശ്രൂഷ മേഖലകളിലോ ആമേൻ ദൈവിക പദ്ധതികളിലോ എന്തെങ്കിലും ഒരു വിള്ളലോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും വേദനിക്കും. ഹല്ലേലൂയ. വേദനിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കോണം, എവിടെയോ നമ്മളെ കപട സ്നേഹമാണ്, എവിടെയോ നമ്മൾ ദൈവത്തെ ശരിയായി അനുസരിക്കുന്ന, കൽപ്പനകൾ ആചരിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എവിടെയൊക്കെയോ നമ്മൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തരായി നമുക്ക് ജീവിക്കുവാനേ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ഒരു സംശയമാണ്, ഒരു ചോദ്യചിഹ്നമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം ഇത് സൗഖ്യത്തെ പറ്റിയല്ല, വിടുതലിനെ പറ്റിയല്ല, നമ്മൾ ആരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് അല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, അതെൻ്റെ ജോലി. ഹല്ലേലൂയ. കാരണം നെഹമ്യാവിനെ പോലെ എനിക്ക് അനുസരിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നെഹമ്യാവിനെ പോലെ കൽപ്പനകൾ കേട്ടാൽ മാത്രം പോരാ, പ്രമാണിച്ചാലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നെഹമ്യാവിനെ പോലെ ആമൻ ദൈവത്തിൻ്റെ മുൻപാകെ സമർപ്പിച്ചു കൊടുത്താലേ പറ്റത്തുള്ളൂ. എന്നാലേ എനിക്ക് നാളെ ഒരു ദിവസം ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയും ജോലി എന്ന് പറയുമ്പോൾ, ഇന്ന് നമ്മൾ ആത്മീക വർധനവിനായി കടന്നു വരുമ്പോൾ ദൈവം ചില ആലോചനകളെ, ദൈവം ചില കൽപ്പനകളെ, ദൈവം ചിലതിനെ ഇന്ന് നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ അവിടെ അവൻ എന്തിന്, അവൻ എന്തുകൊണ്ട് എന്നൊന്നും ചോദിക്കേണ്ടതില്ല. ഇന്ന് ആ കൽപ്പനകളെ സ്വീകരിക്കുക, ഏറ്റെടുക്കുക, ഒന്ന് അതിനെ പരിശോധിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് എവിടെയെങ്കിലും അതിന് ചെയ്യാൻ എന്തെങ്കിലും ക്രിയകൾ ചെയ്യാനുണ്ടോ എന്ന് മനസ്സിലാക്കി, എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കുറവ് വശങ്ങളുണ്ടെങ്കിൽ അവിടെ ഈ ദൈവവചനം കൊണ്ട് ആ മേഖലകളെ പണിയുക. അതാണ് നമ്മുടെ ജോലി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഒരുപക്ഷെ നമ്മളെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചെന്ന് വരാം, ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് വരാം. ശരി, ഓക്കെ, എല്ലാം ഓക്കെ. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നത് അവിടെ കൊണ്ട് തീരുന്നൊന്നല്ല. പ്രാർത്ഥന
പ്രാർത്ഥനയിൽ ഒതുങ്ങുന്ന ഒന്നല്ല ദൈവം നമ്മളിൽ നിന്ന് പലപ്പോഴും ആഗ്രഹിക്കുന്നത്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കാരണം നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. നെഹമ്യാവ് സ്നേഹമുള്ളവനായിരുന്നു, വിശ്വസ്തനായിരുന്നു, അനുസരണമുള്ളവനായിരുന്നു, പ്രവാചകനായിരുന്നു, അഭിഷേകമുള്ളവനായിരുന്നു. പക്ഷേ നെഹമ്യാവിൽ നിന്ന് ദൈവം ആഗ്രഹിച്ച അത് മാത്രമല്ലായിരുന്നു, മറിച്ച് അവൻ്റെ മനസ്സിനകത്ത് വേദനയുണ്ടായതിൻ്റെ പിന്നിൽ, അവൻ നിലവിളിച്ചതിൻ്റെ പിന്നിൽ, അവൻ കരഞ്ഞതിൻ്റെ പിന്നിൽ ഒന്നുണ്ടായിരുന്നു. ദൈവം ആഗ്രഹിച്ചത് ഇവൻ പ്രാർത്ഥിക്കുക മാത്രമല്ല, ഇവൻ എന്തെങ്കിലും എനിക്ക് വേണ്ടി, എൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി, എൻ്റെ രാജ്യവിസ്തൃതിക്ക് വേണ്ടി, എൻ്റെ ദൈവാലയത്തിനു വേണ്ടി ഇവൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്ന ഒരു ദൈവത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യം നമുക്കവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെതായിട്ടുള്ള ഗൈഡൻസ്, പരിശുദ്ധാത്മാവിൻ്റെതായിട്ടുള്ള നേതൃത്വം അല്ലെങ്കിൽ വഴി നടത്തിപ്പ്, ഇതിന് മുൻപാകെ നമുക്ക് കീഴ്പ്പെട്ട് കൊടുക്കാം. നല്ലതാണ്, കീഴ്പ്പെട്ട് കൊടുക്കണം. പക്ഷെ എല്ലാ നാളും ഒതുങ്ങിയിരിക്കുന്നതല്ല അതിൻ്റെ പിന്നിലുള്ള അർത്ഥം, അല്ലെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്ന്. ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സ്ഥാപനത്തിൽ 2 വേലക്കാരുണ്ട്. ഒരു വേലക്കാരൻ്റെതായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ അവനെല്ലാം അറിഞ്ഞു ചെയ്യും. അവൻ എന്തെങ്കിലും പ്രശ്നം, ജോലി സ്ഥലത്ത്, കൃഷി സ്ഥലത്ത്, ജോലി ചെയ്യുന്നയിടത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട്, എന്തെങ്കിലും കുറവ്, എന്തെങ്കിലും അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ശ്രദ്ധിക്കുന്നവനാ, എല്ലാം അവൻ കറക്റ്റായിട്ട് ശ്രദ്ധിക്കും. അവൻ അതിൻ്റെ പിന്നിൽ ഒരു ഉത്തരവാദിത്വമുണ്ട്, ഒരു എരിവുണ്ട്, ഒരു ആത്മഭാരമുണ്ട്, എല്ലാം കൃത്യമായിട്ട് അവൻ നോക്കും. അവിടെ എന്തെങ്കിലും ഒരു കുറവ്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ ആരുടെയും ഒരു നിർദ്ദേശമില്ലാത്തതിന് അവൻ സ്വയമായി ചെയ്യും. അവൻ സ്വയമായി അത് പരിഹരിക്കാൻ ശ്രമിക്കും, സ്വയമായി അത് ക്രമീകരിക്കാൻ ശ്രമിക്കും. ഇനി അഥവാ സ്വയമായി ക്രമീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? അവൻ പോയി അവൻ്റെ യജമാനനോട് കാര്യം അവതരിപ്പിക്കും, യജമാനനിൽ നിന്ന് നിർദ്ദേശം കൈവറ്റും. പക്ഷേ മറ്റൊരു വേലക്കാരനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവനോട് എന്തൊക്കെ പറയുമോ അതെല്ലാം അവൻ അച്ചട്ടായി ചെയ്യും. വലത്തോട്ട് പോകാൻ പറഞ്ഞാൽ വലത്തോട്ട് പോകും, ഒരു സാധനം എടുത്തോട്ട് വരാൻ പറഞ്ഞാൽ സാധനം എടുത്തോണ്ട് വരും, ഒരു വിത്തൊന്ന് വിതയ്ക്കാൻ പറഞ്ഞാൽ വിത്ത് വിതയ്ക്കും, എന്തൊക്കെ ചെയ്യാൻ പറയും അതെല്ലാം അച്ചട്ടായി ചെയ്യും. പക്ഷേ ഒന്നും അറിഞ്ഞു ചെയ്യത്തില്ല, ഒന്നും ശ്രദ്ധിക്കത്തില്ല. ഇനി ശ്രദ്ധയിൽ എന്തെങ്കിലും കണ്ടാലും യജമാനൻ്റെതായിട്ട്, ഞാനൊരു ജോലിക്കാരനല്ലേ, യജമാനൻ എന്നോട് എന്തെങ്കിലും ആജ്ഞാപിച്ചാൽ മാത്രമേ ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ കുറച്ചൊക്കെ മാന്യവും മര്യാദയ്ക്ക് ആമേൻ എന്നാൽ നമ്മളൊക്കെ ഒതുങ്ങിയൊക്കെ ഇരിക്കണം, അനുസരണവും കീഴ്പ്പെട്ട് തന്നെ ഇരിക്കണം, അല്ല നമ്മളൊന്നും വലിയ ആൾക്കാരാവാൻ ശ്രമിക്കരുത് എന്ന് ഒതുങ്ങിയിരിക്കുന്ന മറ്റൊരുവൻ. 2 പേരും വിശ്വസ്തര അല്ലേ, 2 പേരും പറയുന്ന കാര്യങ്ങൾ ഒരല്പം പോലും ഫെയിൽ ഇല്ലാതെ പ്രവർത്തിക്കുന്നവർ. പക്ഷേ ആർക്കായിരിക്കും ഒരു പ്രൊമോഷൻ, ഒരു ചാൻസ് കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു കാര്യസ്ഥനായി നിയമിക്കപ്പെടുവാനുള്ള അവസരം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യജമാനൻ തൻ്റെ ബിസിനസ്സിനെ ഒന്ന് കൈമാറ്റം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ആരെയായിരിക്കും ചൂസ് ചെയ്യുന്നത്? ആദ്യം പറഞ്ഞ ആളിനെയാണോ രണ്ടാമത്തെ പരിചയപ്പെടുത്തിയ ആളെയാണോ? ആദ്യം പറഞ്ഞ്. ഇനി ഒരു കുടുംബം എടുത്തു കഴിഞ്ഞാലും കുടുംബത്തിനകത്ത് ഒന്നിലധികം മക്കൾ, നമ്മുടെ എല്ലാവരുടെയും പല ഫാമിലിയിലും ഉണ്ടല്ലേ, കുടുംബങ്ങളിൽ ഒന്നിലധികം മക്കളുള്ളൊരു ഫാമിലി, അതിനകത്തായാലും പല മക്കളും പല ക്യാരക്ടേഴ്സ് അല്ലേ. ഒരു അച്ഛൻ്റെയും അമ്മയുടെ മക്കളെന്ന് പറഞ്ഞിട്ട് എല്ലാ മക്കളും ഒരുപോലെ ഇരിക്കണമെന്നില്ല. അതിനകത്ത് ഓരോ മക്കൾക്കും പല ക്യാരക്ടേഴ്സ് അല്ലേ, ശരിയല്ലേ? അതിനകത്ത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ വീട്ടിനകത്ത് എന്തെങ്കിലും ഒരു ആവശ്യം അത് അറിഞ്ഞു ചെയ്യും, എല്ലാം മനസ്സിലാക്കി ഉത്തരത്തിൽ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യും. മടി പിടിച്ചിരിക്കത്തില്ല, പറയുന്ന കാര്യം ചെയ്യാന്ന് പറഞ്ഞിരിക്കത്തില്ല, എല്ലാത്തിനും ആളിനാളായിട്ട് ഓടി നടന്ന് ആക്റ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു മകൻ അല്ലെങ്കിൽ മകൾ. ഇനി മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിനകത്ത് മകൻ അല്ലെങ്കിൽ മകൾ എന്തൊക്കെ പറഞ്ഞാലും അനുസരിക്കും. മുറ്റം തൂക്കാൻ പറഞ്ഞാൽ മുറ്റം തൂക്കും, ചായപ്പൊടി വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ ചായപ്പൊടി വാങ്ങിച്ചുകൊണ്ട് വരും, മുട്ട കോഴിക്കൂട്ടിൽ നിന്ന് എടുക്കാൻ പറഞ്ഞാൽ എടുക്കും, പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ ഒന്നും അറിഞ്ഞു ചെയ്യത്തില്ല. ഇതിൽ ആരെയായിരിക്കും കുടുംബ ഭരണത്തിനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് സമ്പത്തുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ബിസിനസ്സുകളുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ, ആരെയായിരിക്കും ഈ അപ്പനും അമ്മയുടെ കാലശേഷം ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സമ്പത്തായിരിക്കാം,
അവരുടെ ബിസിനസ് ആയിരിക്കാം. ആരുടെ കയ്യിലായിരിക്കും ഏൽപ്പിക്കുന്നത്? ആദ്യം പറഞ്ഞ വ്യക്തി അല്ലേ? ഉത്തരവാദിത്വത്തോടെ ഓടി നടന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, പറഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കി ചെയ്യുന്നൊരു വ്യക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൻ്റെ വീട്ടിലും ആ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമ്മളെ ഓരോരുത്തരും മകനും മകളുമായി മക്കളായി തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ഈ സ്വർഗീയ വീട്ടിനകത്തും ഇതുപോലെയാണ്. ദൈവം നോക്കും നമ്മൾ എങ്ങനെയുള്ളവനാണ്. അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണോ? എരിവോടെ പ്രവർത്തിക്കുന്നവനാണോ? ഒന്നും ആവശ്യപ്പെട്ടില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും ഓടി നടന്ന് പ്രവർത്തിക്കുന്നതാണോ? അതോ പറയുന്ന കാര്യങ്ങൾ അച്ചട്ടായി ചെയ്ത് വിശ്വസ്തയോടുകൂടെ പോകുന്ന ഒരു വ്യക്തിയാണോ? ഒരു മകനാണോ? ഒരു മകനാണോ? മകളാണോ എന്ന് സ്വർഗം നോക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ സ്വർഗത്തിനകത്തും ഈ ദൈവത്തിൻ്റെ വീട്ടിനകത്തും ദൈവരാജ്യത്തിനകത്തും വളർച്ച എന്നത് കൂടുതൽ അനുഗ്രഹത്തിന് ഓഹരി ഉള്ള വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ നന്മ അർഹിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നമ്മൾ പറഞ്ഞു അറിഞ്ഞ് പ്രവർത്തിക്കുന്നവൻ. ഒന്നും പറഞ്ഞില്ലെങ്കിൽ എവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ഉടൻ ഫോളിനാണ്. വീട്ടിലായാലും ഉടൻ എല്ലാത്തിനെല്ലാമായി നിൽക്കുന്നൊരു വ്യക്തി അല്ലേ? അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞോട്ടെ, ചിലയിടത്ത് ദൈവം മാറിയിരുന്ന് നോക്കും. ഇവനെ ഞാൻ അനുഗ്രഹിച്ചു, ഇവന് ഞാൻ എബിലിറ്റീസ് നൽകി, സമ്പത്ത് നൽകി, ഇവന് കഴിവിന് നൽകി, നല്ല ബന്ധങ്ങളെ നൽകി, നല്ല സ്റ്റാറ്റസ് നൽകി, എന്തെല്ലാം നൽകാൻ കഴിയുമോ എല്ലാം നൽകി. എന്നിട്ട് കർത്താവ് ഇരുന്ന് നോക്കുകയാണ്, അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എൻ്റെ രാജ്യത്തിന് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, എൻ്റെ ജനത്തിനു വേണ്ടി അവൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യുന്നു എന്ന് ദൈവം നോക്കുന്നവനാണ്. ഹല്ലേലൂയ. നെഹമ്യാ അവനോട് കർത്താവ് പറഞ്ഞില്ല, നീ പോയി പള്ളി പണി, നീ കുറച്ചിരുന്ന് കര, നീ കുറച്ചിരുന്ന് നിലവിളിക്ക്, നീ കുറച്ചിരുന്ന് പ്രാർത്ഥിക്ക് എന്നൊന്നും നെഹമ്യാ അവനോട് പറഞ്ഞില്ല. പക്ഷേ തൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഭവനത്തിന് ചില ആവശ്യങ്ങൾ, ചിലത് സംഭവിച്ചു, ചില വേദനാജനകമായിട്ടുള്ള വാർത്തകൾ താൻ കേട്ടപ്പോൾ താൻ വെറുതെ ഇരുന്നില്ല. ഒരു നിർദ്ദേശം കിട്ടുന്നതിന് മുൻപായി തന്നെ അവൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് അവൻ ഓടാൻ തുടങ്ങി. ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. രാജാവിന് തന്നെ മനസ്സിലായി ഇവൻ്റെ മുഖം മാടിയിരിക്കുക, എന്തോ സംഭവം പെശക. അവനവൻ്റെ ജോലിയിൽ പോലും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അവൻ്റെ ഉള്ളിലിരുന്ന് പറയാം, എനിക്ക് ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, എൻ്റെ ദൈവത്തിന്, എൻ്റെ അപ്പന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പൻ്റെ വീട്ടിനാ പ്രശ്നം വന്നിരിക്കുന്നേ, അപ്പൻ്റെ വീട് പൊളിഞ്ഞു കിടക്കുകയാ, എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊരു അറിഞ്ഞു പ്രവർത്തിക്കാനായിട്ട് നെഹമ്യാവ് മനസ്സ് കാണിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത്രത്തോളം ചരിത്ര പ്രാധാന്യത ലഭിച്ച, ഇന്നും ക്രൈസ്തവ സമൂഹം എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ദൈവാലയ പണി ആക്ച്വലി രണ്ട് പേർക്കേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ദാവീദ് പണിയാൻ ആഗ്രഹിച്ചു, എന്നിട്ട് പണിതത് ആരാ? മോനാ പണിതത്, ശലോമോനാ പണിതത്. ഹല്ലേലൂയ. അപ്പോൾ ദാവീദ് വിചാരിച്ചിട്ടുള്ള നടക്കാത്തൊരു സംഭവമാണെന്നൊന്ന് മനസ്സിലാക്കിക്കോണം. ദാവീദ് എന്ന് പറഞ്ഞാൽ ആരാ? ഇസ്രായേലിൻ്റെ ഗോൾഡൻ ഇയേഴ്സ്, അതായത് സുവർണ കാലത്തിൻ്റെ രാജാവായിരുന്നവനായിരുന്നു ദാവീദ്. ആ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭരണം ഉണ്ടായിരുന്ന സമയമായിരുന്നു ദാവീദിൻ്റെ ഭരണം. പക്ഷെ ആ രാജാവിന് പോലും പറ്റിയില്ല അത് ദൈവത്തിൻ്റെ ആലയം പണിയാൻ. പക്ഷെ നെഹമ്യാവിന് കഴിഞ്ഞു. എന്താണെന്നറിയാവോ? അവൻ്റെതായിട്ടുള്ള മനോഭാവം അപ്രകാരമായിരുന്നു. ഹല്ലേലൂയ. അവൻ്റെ ഹൃദയത്തിൻ്റെതായിട്ടുള്ള പൊസിഷനിങ് അപ്രകാരമായിരുന്നു. എന്തെങ്കിലും അടിയനോട് പറഞ്ഞാൽ ഞാൻ ചെയ്യാമെന്നുള്ളവനല്ലായിരുന്നു. ദാവീദിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു, അടിയനോട് എന്താ അരുളി ചെയ്യണമേ, അല്ലെങ്കിൽ എന്താ അങ്ങയുടേതായിട്ടുള്ള സാന്നിധ്യം കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ വിടരുതേ. അങ്ങനെയൊക്കെയാണ് ദാവീദിൻ്റെ ഭാഷാ രീതി അല്ലേ? നീ എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയാൽ, നീ എന്നെ നടത്തിയാൽ ഞാൻ നടക്കാം, തെറ്റല്ല, അതൊക്കെ ആവശ്യമാണ്. പക്ഷേ
നെഹമ്യാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനപ്പുറമായി, അങ്ങേക്കായി എനിക്ക് എന്ത് ചെയ്യുവാനേ കഴിയും, എനിക്ക് ചിലത് ചെയ്യണം, എനിക്ക് അങ്ങേക്ക് വേണ്ടി ചിലത് ചെയ്യണം, എനിക്ക് ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യണം എന്നൊരു പ്രത്യേക മനോഭാവമുള്ളവനായിരുന്നു നെഹമ്യാവ്. ആ മനോഭാവമാണ് ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുന്ന രീതിയിൽ രണ്ട് പേരിൽ ഒരാളായി നെഹമ്യാവിന് മാറുവാനേ കഴിഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഇത്രയും ബുദ്ധിമാന്മാരായ, ഇത്രയും ശാസ്ത്രം വളർന്നിട്ടും, ഇത്രയും ക്രിസ്ത്യാനി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ലോകത്തിൽ ഏറ്റവും വലിയ ഒരു ഫെയ്ത്ത് മൂവ്മെൻ്റായി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയായി മാറിയിട്ട് പോലും ഇന്ന് ആർക്കും കഴിയുന്നില്ല എന്താ, യെരൂശലേം ദേവാലയം പണിയാൻ. ഹല്ലേലൂയ. ഒന്ന് മനസ്സിലാക്കി നോക്കണമേ, ഒരു ഇമ്പോസിബിലിറ്റി പോസിബിൾ ആക്കാനായിട്ട് ഒരു ആത്മഭാരമുള്ളൊരു നെഹമ്യാവിന് കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി കരയുവാൻ മനസ്സുണ്ടായിരുന്ന ഒരു നെഹമ്യാവിന് ഒരു ഇമ്പോസിബിൾ സിനാരിയോനെ പോസിബിൾ ആക്കാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. ഒരസാധ്യമെന്ന് ലോകം മുദ്ര എഴുതിയ കാര്യത്തെ ആത്മഭാരമുള്ളവന് സാധ്യമാക്കാൻ കഴിഞ്ഞു. ആമേൻ. ഇന്ന് ദൈവവും നോക്കി ഇരിക്കുന്നത് ഇതുപോലെയാ. ദൈവത്തിന് ഒറ്റ വാക്കുകൊണ്ട് ചിലത് പണിയാനേ കഴിയും. പക്ഷേ അതിലുപരിയായി ദൈവം നോക്കുകയാ, എൻ്റെ മകൻ, എൻ്റെ മകൾ, അവനെ ഞാൻ അനുഗ്രഹിച്ചു, അവന് എല്ലാത്തിലും ഫുള്ള് നിറവൊന്നും ഇല്ലെങ്കിലും ചിലതൊക്കെ ഞാൻ അവന് നൽകിയിട്ടുണ്ട്. അവൻ എന്തെനിക്ക് വേണ്ടി ചെയ്യും, അവൻ ആത്മഭാരമുണ്ടോ എന്ന് പരിശുദ്ധാത്മാവ് നോക്കുകയാണ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ചിലയിടത്ത് ആ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ നാം മനസ്സുള്ളവരാകണം. ഹല്ലേലൂയ. ശുശ്രൂഷയിലായാലും ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളായാലും, ഇനി ഞാനെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ പോലും എല്ലാം ദൈവം ഒരുക്കിയിട്ട് ചെയ്യാന്നുള്ളതല്ല. സംടൈംസ് we have to be bold enough to take the first step. Hallelujah, hallelujah. മനസ്സിലായില്ല? ദൈവം എല്ലാം ക്രമീകരിച്ച് തരുമ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ, അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്കെല്ലാവർക്കും കഴിയും. ചെങ്കടൽ പിളർന്നപ്പോൾ അതിനകത്തുള്ള നടന്നു പോകാൻ എല്ലാവർക്കും കഴിഞ്ഞു. പക്ഷെ പിളരാത്ത ചെങ്കടലിൻ്റെ നേരെ വടിയെടുത്ത് നീട്ടാൻ ഒരുവന് മാത്രമേ കഴിഞ്ഞുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കലങ്ങി മറിഞ്ഞ് ഒഴുകിക്കൊണ്ടിരുന്ന യോർദാനെ നോക്കി നിൽക്കാനും അത് പിളർന്നപ്പോൾ അതിലൂടെ നടന്നു പോകാൻ എല്ലാവർക്കും കഴിഞ്ഞു. പക്ഷേ കലങ്ങി മറിഞ്ഞ് പിളരാതെ ഒഴുകിക്കൊണ്ടിരുന്ന യോർദാനിലേക്ക് സ്തോത്രം പറഞ്ഞ് കാൽ വെക്കാൻ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഓരോന്നോരോന്നായി ഇങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റിയിട്ടില്ല. വഴിയെല്ലാം വിശാലമായി ഒരുക്കിയപ്പോൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എല്ലാവർക്കും കഴിയും. പക്ഷെ ഇന്ന് രാത്രി ദൈവം അന്വേഷിക്കുന്നത് വഴിയില്ലാത്തടുത്ത് വഴിയുണ്ടാക്കാൻ ആത്മഭാരമുള്ള ചിലരെ ദൈവം അന്വേഷിക്കുകയാണ്. അസാധ്യങ്ങളുടെ നടുവിൽ സാധ്യത ദൈവത്തിലൂടെ കാണുവാൻ ആ ഒരു എക്സ്ട്രാ ഇനിഷ്യേറ്റീവ് എടുക്കാൻ മനസ്സുള്ള ചിലരെ ദൈവം നോക്കുകയാണ്. ചില പ്രോജക്റ്റുകളിൽ, ചില സ്വപ്നങ്ങളിൽ, ചില ബിസിനസ്സുകളിൽ, ചില കുടുംബത്തിനകത്ത്, ചില ശുശ്രൂഷ മേഖലകളിൽ ചിലതൊക്കെ സ്റ്റക്കായി കിടക്കുന്നതിന് പിന്നിൽ, ചിലതൊന്നും സാധ്യമാകാത്തതിന് പിന്നിൽ ഇന്ന് നിങ്ങളിൽ ഓരോരുത്തരിൽ ദൈവം കാത്തിരിക്കുകയാണ്. എന്ന് എൻ്റെ മകൻ, എന്ന് എൻ്റെ മകൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കും, ഒരു ഇനിഷ്യേറ്റീവ് എന്നെടുക്കുമെന്ന് നോക്കിയിരിക്കുക. ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാത്തതാണ് പലപ്പോഴും ഈ മേഖലകളിലൊക്കെ തടസ്സം അനുഭവിക്കാൻ കാരണമായി തീരുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ ചിന്ത ഇവിടെ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. We have the freedom to dream. We have the freedom to plan. We are given the freedom to take the initiative. എല്ലാ സമയത്തും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുന്നിടത്ത്
പോകാം എന്ന രീതിയിൽ ഒതുങ്ങിയിരിക്കുന്ന അവസ്ഥയല്ല. ചില സാഹചര്യങ്ങളിൽ സ്വപ്നം കാണാൻ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുക. ആമേൻ. ചിലതൊക്കെ ആസൂത്രണം ചെയ്യാൻ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുക. ചില ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുക. ആകയാൽ ഒന്നേ ചെയ്യേണ്ടുള്ളൂ, ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് എടുക്കുക. ആമേൻ. ഹല്ലേലൂയ. കനാന്യ സ്ത്രീ, അവളും എന്താ ചെയ്തത്? ഇമ്പോസിബിലിറ്റീസ് ആയിരുന്നു നമ്മുടെ മുൻപിൽ, അസാധ്യമായിരുന്നു നമ്മുടെ മുൻപിൽ. യേശു പറഞ്ഞു കഴിയത്തില്ല, മക്കൾക്ക് കൊടുക്കേണ്ടത് അന്യജാതിക്കാർക്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ ചെയ്തൊന്നുണ്ട്, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. ആരും ചെയ്യാത്തൊന്ന് അവൾ ചെയ്യാൻ മനസ്സ് കാണിച്ചു. എന്താ? അവൾ കർത്താവിനോട് വാദിക്കാൻ തുടങ്ങി. നായ്ക്കൾക്ക് കൊടുക്കുന്നതെങ്കിലും ഞങ്ങൾക്ക് കിട്ടാൻ അവകാശമുണ്ട്, അതെങ്കിലും ഞങ്ങൾക്ക് വേണം. ആമേൻ. രക്തസ്രാവം ബാധിച്ച് ശപിക്കപ്പെട്ടവളെന്ന് സമൂഹം മുദ്ര കുത്തി സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ട സ്ത്രീ, അവൾ വിടുതൽ പ്രാപിക്കാൻ പിന്നിലുണ്ടായ കാരണം എന്താണ്? പല രക്തസ്രാവം ബാധിച്ചവരും വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടിയപ്പോൾ നിരാശപ്പെട്ട് എനിക്കെന്നൊരു രക്ഷ കിട്ടുമെന്ന് ചിന്തിച്ചും പ്രാർത്ഥിച്ചും മാത്രം ഒതുങ്ങിയിരുന്നപ്പോൾ ഈ സ്ത്രീ ഒന്ന് ചെയ്തു. അവൾ പ്രാർത്ഥിക്കുക മാത്രമല്ല, അവൾ ആഗ്രഹിക്കുക മാത്രമല്ല, അവൾ വീട്ടിലെ കതവ് തുറന്ന് അവൾ ഭവനം ഉപേക്ഷിച്ച് അവൾ ഓടി, ദൈവത്തിൻ്റെ പിന്നാലെ ഓടി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടാൻ. ഒരു രക്തസ്രാവം ബാധിച്ച സ്ത്രീകളും മനസ്സ് കാണിക്കാതിരുന്നപ്പോൾ ഈ സ്ത്രീ മനസ്സ് കാണിച്ചു. അവൾ സംസ്കാരത്തെ ചുറ്റുപാടിൻ്റെതായിട്ടുള്ള സമ്പ്രദായങ്ങളെ സകലതും തച്ചുടച്ചുകൊണ്ട് അവൾ ഒരു ഫസ്റ്റ് ഇനിഷ്യേറ്റീവ്, ആരും ചെയ്യാത്തൊന്ന് ചെയ്തപ്പോൾ അവൾ ദേശത്തിന് മുൻപാകെ ഒരു അനുഭവ സാക്ഷ്യമായി, ഒരത്ഭുതമായി, ഒരു ഇൻസ്പിറേഷനായി, ഒരതിശയമായി, ഒരു പ്രചോദനമായി പലരുടെയും ജീവിതത്തിൽ വെളിച്ചമാകുവാൻ അവൾ കാരണമായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ആഗ്രഹിക്കുന്ന ഇതാണ്, ആരും ചെയ്യാത്ത ചിലത് ചെയ്യാൻ ഇന്ന് നിനക്ക് മനസ്സുണ്ടോ? ആരും തുടങ്ങാത്തത് ചിലത് നിനക്ക് ദൈവത്തിനു വേണ്ടി നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ ഉപജീവന മേഖലയിൽ, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ശുശ്രൂഷ മേഖലയിൽ, നിന്റെ ബിസിനസ്സിനകത്ത്, നിന്റെ തൊഴിൽ മേഖലയിൽ ആരും ചെയ്യാത്തത് നിനക്ക് ദൈവത്തെ കൂട്ടുപിടിച്ച് നിനക്കൊന്ന് ചെയ്യാനായിട്ട് ഒന്ന് ഇറങ്ങിത്തിരിക്കാൻ മനസ്സുണ്ടെങ്കിൽ അസാധ്യങ്ങൾ നിന്റെ മുൻപിൽ സാധ്യമാക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ഏറ്റെടുക്കാവോ? ദൈവമെല്ലാം ഒരുക്കുമ്പോൾ ഞാൻ ചെയ്യാമെന്നോ? സംടൈംസ് we have to have an advanced level of faith. ഒരു അഡ്വാൻസ് ലെവലിലുള്ളൊരു വിശ്വാസം നമുക്ക് ആവശ്യമാണ്. ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ്, ആരും തെറ്റിദ്ധരിക്കരുത്. ചിലരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഒരു അമ്മ, താൻ റെയിൽവേയിൽ നിന്ന് റിട്ടയർഡ് ആയതാണ്. അമ്മ പ്രയർ ടവറിലേക്ക് കടന്നു വന്നു. തൻ്റെ കണ്ണിനൊരു കാഴ്ചയ്ക്കൊരു മറവുണ്ട്. സാധാരണ ആൾക്കാർ ചെയ്യുന്നത്, ഒരു വിടുതൽ ലഭിക്കുമ്പോൾ, ഒരു സൗഖ്യം ലഭിക്കുമ്പോൾ അവർ വഴിപാടുകളെ, നേർച്ച കാഴ്ചകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ. പക്ഷേ ഈ അമ്മ വ്യത്യസ്തമായി, ചെറുതൊന്നുമല്ല, വളരെ വലിയൊരു എമൗണ്ട് തന്നെ. എനിക്ക് എൻ്റെ ദൈവത്തോട് വിലപേശുന്നൊന്നുമല്ല, ആരും തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. അത് വിശ്വാസത്തിൻ്റെ വലിപ്പമാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ഈ സ്തോത്രം ഒരുപാട് സമർപ്പിക്കുക. എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കുന്നുള്ള വിശ്വാസത്തോടെ. എനിക്കൊരു പരിപൂർണ്ണ സൗഖ്യം, ഒരു സർജറി ഇല്ലാതെ വേണം. അത്തരത്തിൽ താൻ ഒരു ഉടമ്പടി എടുത്ത് അഡ്വാൻസ്ഡായി തന്നെ ദൈവസന്നിധിയിൽ ഒരു സ്തോത്രം ഒരുപാട് സമർപ്പിച്ചു. ഹല്ലേലൂയ. അറിയത്തില്ല, ദൈവം വിശ്വസ്തനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം വലുത് ചെയ്യുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം. പക്ഷേ ഒട്ടനവധി സാക്ഷ്യങ്ങൾ നമ്മളിവിടെ കേട്ടിട്ടില്ലേ? ചില നേർച്ചകൾ നേർന്ന്, ചില വിഷയങ്ങൾക്ക് വേണ്ടി ചില നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്ന എത്ര അധികം സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു അല്ലേ? അതാണ് അഡ്വാൻസ് ലെവൽ ഓഫ് ഫെയ്ത്ത്. നമുക്ക് നേർച്ച കാഴ്ചകൾ വിടാം. ചിലരൊക്കെ വിശ്വാസത്താൽ ചില പ്രവൃത്തികൾ ചെയ്യണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ ചില ചെയ്യും. ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിധി എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യും അല്ലേ? ചിലർ വിശ്വാസത്തോട് ഉപവസിക്കും, ചിലർ വിശ്വാസത്തോട് മെഡിസിൻ മാറ്റി വയ്ക്കും. ഇനിയിപ്പോൾ ഞാൻ പറയുന്ന നാളെ എല്ലാവരും കൂടെ മെഡിസിൻ മാറ്റി വയ്ക്കാനൊന്നും അല്ല.
നമ്മുടെ വിശ്വാസത്തിൻ്റെ ലെവൽ അനുസരിച്ച്, ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരൊക്കെ രണ്ടും കൽപ്പിച്ച് ചിലതിന് വേണ്ടി ഇറങ്ങും. ട്രാക്റ്റ് കൊടുക്കാൻ ഇറങ്ങുന്നവരുണ്ട്. ചിലർ സുവിശേഷം പരിചയപ്പെടുത്താനായിട്ട് ഇറങ്ങുന്നവരുണ്ട്. പലതരത്തിൽ. ഒരു വിടുതലായില്ല, അത്ഭുതമായില്ലെങ്കിലും ദൈവത്തിനു വേണ്ടി ചിലത് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ. അതാണ് അഡ്വാൻസ് ലെവൽ ഓഫ് ഫെയ്ത്ത്. ആമേൻ. ഒന്നും ഫീൽ ചെയ്യുന്നില്ല, ഒന്നും അനുഭവിക്കുന്നില്ല, പക്ഷെ അപ്പോഴും ദൈവസന്നിധിയിൽ ഒരു ആത്മഭാരം ഉണ്ടാവുക. നെഹമ്യാവിന് ദൈവശബ്ദം ഒന്നും കേട്ടില്ല. അവൻ നിലവിളിക്കുക, കർത്താവ് ഞങ്ങളോട് സംസാരിക്കുക, എന്തെങ്കിലും ഒന്ന് പറയുമെന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കുക. ആമേൻ. ഒരു ദൈവിക ആലോചന അവനെ തേടി വന്നില്ല, ഒരു പ്രവചനം, ഒരു ദർശനം ദൈവം കാണിച്ചെടുത്തു, ഒന്നും കാണിച്ചു കൊടുത്തില്ല, ഒന്നും സംസാരിച്ചു. പക്ഷെങ്കിലും അവൻ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു. എനിക്ക് ദൈവത്തിൻ്റെ ആലയത്തിനോട് ചിലത് ചെയ്യണം. ഞാൻ അനുഭവിക്കുന്നില്ല, ഞാൻ അറിയുന്നില്ലയോ, പക്ഷെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായിരുന്നു നെഹമ്യാവിൻ്റെ പിന്നിലുള്ള വിജയത്തിൻ്റെ രഹസ്യം. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നതെന്ന് എനിക്കറിയത്തില്ല. ചുരുക്കി അവസാനമായി ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കാം. ചില വ്യക്തി ജീവിതങ്ങളുണ്ട്, അവർക്ക് ദൈവത്തിൽ ഭയങ്കര വിശ്വാസമാണ്, പക്ഷെ സ്വജീവിതത്തിൽ ഒരത്ഭുതമോ ഒരടയാളമോ ഒരു വീര്യപ്രവൃത്തിയോ അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക അനുഭവങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഉറപ്പാണ്, ദൈവം ജീവിക്കുന്നു, ദൈവം സത്യമാണ്, ദൈവം യാഥാർത്ഥ്യമാണ്, ദൈവം എന്നും ഉണ്ട്. ഭയങ്കര വിശ്വാസം, പക്ഷെ അനുഭവമില്ല. ഞാൻ ഇന്ന് രാത്രി ഒന്ന് പറഞ്ഞോട്ടെ, ഒരുപക്ഷെ ഓൺലൈനിലൂടെ ഇനി കേൾക്കുന്നവരായിരിക്കാം. ഒന്ന് മനസ്സിലാക്കുക, ഈ ഇപ്പോൾ നാം ദൈവസന്നിധിയിൽ കാണിക്കുന്ന ഈ വിശ്വാസം എന്നത് അത് വെറുതെയല്ല, അത് ചെറുതായിരിക്കത്തില്ല, അത് വലിയ പ്രതിഫലങ്ങൾക്ക് കാരണമായി തീരും. ആമേൻ. രക്തസ്രാവം ബാധിച്ച സ്ത്രീ യേശുവിനെ കണ്ടിട്ടില്ല, യേശുവിൻ്റെ ശബ്ദം കേട്ടിട്ടില്ല, യേശുവിനെ തൊട്ടിട്ടില്ല. യേശു ചെയ്യുന്ന ഒരനുഭവങ്ങളും സ്വജീവിതത്തിൽ അനുഭവമായിട്ട് കിട്ടില്ല. ആകെ അനുഭവിച്ചിട്ടുള്ളത് വൈദ്യന്മാരിൽ ഏറെ ഒന്ന് സഹിച്ചു, അങ്ങനെയാണ് വചനം പറയുന്നത്. നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. ഒരു ദിവ്യമായ അനുഭവങ്ങൾ, അങ്ങനെ ഒരു മിറക്കിളോ ഒരു വണ്ടറോ ജീവിതത്തിലൊരു സാക്ഷ്യമെന്നതില്ല. പക്ഷെ അവൾക്കൊന്നുണ്ടായിരുന്നു, ഒരു അഡ്വാൻസ് ലെവൽ ഓഫ് ഫെയ്ത്ത്, ഒരു വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ പിന്നാലെ അവൾ, എനിക്ക് അനുഭവം ഉണ്ടോ ഇല്ലയോ, പക്ഷേ ഞാനത് നോക്കത്തില്ല, ഞാൻ യേശുവിൻ്റെ പിന്നാലെ ഓടും, ഞാൻ യേശുവിനെ തൊടും, ഞാൻ യേശുവിൻ്റെ പിന്നാലെ ഓടും എന്ന രീതിയിൽ ഒരു തീരുമാനത്തോടെ അവൾ സകലതും മറന്ന് ആ മുന്നും പിന്നും ചിന്തയ്ക്കാതെ ഇറങ്ങി ഓടിയതാണ് അവളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലിന് കാരണമായി തീർന്നു. പലരും യേശുവിനെ തൊട്ടു, പക്ഷേ ആരിലേക്കും ശക്തി പുറപ്പെട്ടില്ല. ഹല്ലേലൂയ. പലരും തെക്കിത്തിരക്കി, അവരിലേക്ക് ആരിലേക്കും യേശുവിൻ്റെ ശക്തി പുറപ്പെട്ടില്ല. പക്ഷേ അനുഭവങ്ങളില്ലായിരുന്നിട്ടും, അതിശയങ്ങൾ അത്ഭുതങ്ങൾ നേരിട്ട് കാണുകയോ സ്വജീവിതത്തിൽ അനുഭവിക്കുകയോ യേശുവിൻ്റെ ശബ്ദം സ്വയമായി കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഈ സ്ത്രീ വിശ്വസിച്ചപ്പോൾ ആർക്കും ലഭിക്കാത്ത ഒരു അനുഭവം അവൾക്ക് ലഭിക്കുവാനിടയായി. വിശ്വാസ ജീവിതം എന്നത് ക്ഷീണിച്ചു പോകേണ്ടതല്ല, വിശ്വാസ ജീവിതം എന്നത് തളർന്നു പോകേണ്ടതല്ല. വിശ്വാസ ജീവിതം എന്നത് വെറും അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും അനുഭവങ്ങളിൽ മാത്രം ബേസ് ചെയ്തുള്ള ഒന്നല്ല. വിശ്വാസ ജീവിതം എന്നത് ഒരു ഉടമ്പടിയാണ്, ഒരു തീരുമാനമാണ്. ആമേൻ. ഞാൻ പറയുന്നത് അനുഭവമില്ല, അത്ഭുതമില്ല, വിടുതലില്ല എന്നൊന്നും അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. അനുഭവം ഇല്ലാത്തവരാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ല, നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ളവരാണ്, അത്ഭുതങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാ, ദൈവശക്തി അനുഭവിച്ചിട്ടുള്ളവരാ, ദൈവസ്നേഹം അനുഭവിച്ചിട്ടുള്ളവരാ, അല്ലേ? പക്ഷേ അത് കിട്ടിയാലേ എൻ്റെ വിശ്വാസം ഉറച്ചേക്കുള്ളൂ, അത് കിട്ടിയാലേ ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുള്ളൂ, അത് കിട്ടിയാലേ ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കില്ല. അതല്ല, തോന്നാത്തപ്പോഴും
അനുഭവിക്കാത്തപ്പോഴും ഒന്നും തോന്നാതെ ഇരിക്കുന്ന സമയത്തിലും വിശ്വാസം ഒരു തീരുമാനമായി നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാനേ കഴിയുമെങ്കിൽ ഇവിടെ വെച്ചും നമ്മൾ വലിയ അനുഗ്രഹം അനുഭവിക്കും. പക്ഷെ അതിലുപരിയായി അങ്ങ് പോകുമ്പോൾ ഭയങ്കര വലിയ ബ്ലെസ്സിങ്സ് ആയിരിക്കും. കാരണം അതൊരു ക്രൂശാണ്. ഹല്ലേലൂയ, അതൊരു ക്രൂശാണ്. ആ ക്രൂശിനെ ചുമക്കാനായിട്ട് മനസ്സ് കാണിച്ചെങ്കിൽ വലിയ പ്രതിഫലം നമുക്കായുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിൽ മാത്രം ഞാൻ പറയുന്നില്ല, ഇവിടെ ഉണ്ടെന്നേ. നമ്മുടെ കാത്തിരിപ്പ് വെറുതെയല്ല, നമ്മുടെ ദൃഢമായ വിശ്വാസം വെറുതെയല്ല. ലക്ഷക്കണക്കിന് വ്യക്തികൾ വാഗ്ദത്തത്തിന് വേണ്ടി ഫറവോൻ്റെതായിട്ടുള്ള അടിമത്തത്തിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചു. ദൈവം ഇറക്കി. പക്ഷെ എല്ലാവരും പിറുപിറുത്തവരൊന്നും വാഗ്ദത്തം പ്രാപിച്ചില്ല. പിറുപിറുത്തവർ അനുഗ്രഹം പ്രാപിച്ചില്ല. പിറുപിറുത്തവർ മുന്നേറിയില്ല. അവർ വഴിക്ക് വെച്ച് നഷ്ടപ്പെട്ടു. പക്ഷെ പിറുപിറുക്കാതെ ദൃഢമായി ഉറച്ചു നിന്ന 2 പേർ വാഗ്ദത്തം പ്രാപിച്ചു. അവർ അനുഗ്രഹിക്കപ്പെട്ടു. അവർ അത്ഭുതവും അടയാളവും അതിശയകരമായൊരു ജീവിതത്തിൽ ഉടമസ്ഥരായി അവർ മാറി. ആമേൻ. ഈ ഉറപ്പുള്ള വിശ്വാസം എന്നതിൻ്റെ നമുക്കിങ്ങനെ പറയാം: പിറുപിറുപ്പില്ലാത്ത വിശ്വാസം, സംശയമില്ലാത്ത വിശ്വാസം, ചഞ്ചലിക്കാത്ത വിശ്വാസം, തീരുമാനത്തിൻ്റെ പുറത്തുള്ള വിശ്വാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, വലിയ രോഗത്തിലും ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നവരാ. പക്ഷേ ദൈവസന്നിധിയിൽ അവർ കടന്നു വന്ന അത്ഭുതങ്ങൾ കിട്ടി, അവർ വിടുതൽ പ്രാപിച്ചു. പക്ഷെ പിന്നെ ആയപ്പോൾ അവർ ദൈവത്തെ മറന്നു. പിന്നെ ദൈവത്തിന് വിപരീതമായി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്തവർ പോലും ഉണ്ട്. ഒരു കാലത്ത് അവർ അനുഭവിച്ച അനുഭവങ്ങൾ അവർ മറന്നു. ഒരു കാലത്ത് അവർ അനുഭവിച്ച സ്നേഹവും ദൈവശക്തിയും ദൈവസാന്നിധ്യവും വിടുതലും സൗഖ്യവും ഇതൊക്കെ അവർ മറന്നു. ജീവൻ നഷ്ടപ്പെടേണ്ടുന്ന സാഹചര്യത്തിൽ ജീവനിലേക്ക് കൊണ്ടുവന്നതാണ്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ വിശ്വാസം വെറും അനുഭവങ്ങളിൽ മാത്രമായി തീർന്നത് കൊണ്ട്, ഒരു തീരുമാനത്തിൻ്റെ പുറത്തല്ലാതെ ആയി പോയതിൽ ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങി. പിന്നെ ദൈവത്തിന് വിപരീതമായി സംസാരിക്കാൻ തുടങ്ങുന്ന അവസ്ഥകൾ ഒട്ടനവധി വ്യക്തികളെ കണ്ടിട്ട് ദൈവമക്കളെ വിഷമമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മടങ്ങി വരാതെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, നഷ്ടപ്പെട്ടു പോകരുത്. തീരുമാനമെടുത്തോണം. ഹല്ലേലൂയ. അന്ത്യം വരെയും കാത്തു സൂക്ഷിക്കാൻ തീരുമാനമെടുത്തോണം. അന്ത്യം വരെ നിലനിൽക്കാൻ തീരുമാനമെടുത്തോണം. അതാണ് യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നത്. അതാണ് യഥാർത്ഥമായി ദൈവകൽപ്പനകളെ അനുസരിക്കുന്ന ഒരു വ്യക്തി. അതാണ് ദൈവത്തിൻ്റെ മുൻപാകെ യഥാർത്ഥമായി കീഴ്പ്പെട്ടിരിക്കുന്നൊരു വ്യക്തി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണകൾ മാത്രമല്ല, ചിലതൊക്കെ ദൈവത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ നിൽക്കാം. പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണകൾ ചെയ്യണം. പിന്നെ ദൈവഹിതമുള്ളതാണോ എന്നും നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചറിയണം. പക്ഷെ അതിനു മുൻപായി ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ മനസ്സുള്ളവരായി നമുക്ക് തീരാം.